നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ആ സാധനം കിട്ടും. എവിടുന്നേലും എത്തിച്ചത് ഇതാണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്കിപ്പോൾ കറക്റ്റ് എനിക്കെന്തോ ഭാഗ്യം കൊണ്ടാണ് ഏജൻസി മെസ്സേജ് അയച്ചത്. നാട്ടിൽ നിന്നുള്ളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ഏജൻസി, അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ലെങ്കിൽ ചെയ്തുള്ളൊരു ഏജൻസി. മൂപ്പര് വേണ്ടി വെച്ചാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവാം. മൂപ്പര് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിന് ഏജൻസി ഇട്ട് നാട്ടിലപ്പോൾ എനിക്ക് തോന്നുന്നു കാസർഗോഡാണ്. അപ്പോൾ അവിടെ 3 ഏജൻസിയാണ്. ഒരു ഏജൻസി ഭയങ്കര നമ്മളിപ്പോ ഒഗിൽവി അങ്ങനെയൊക്കെ കാണുന്നില്ല. ഞാൻ നാട്ടിലപ്പോ കാണുന്നുണ്ടായിരുന്ന ഒരു ഏജൻസി കാസർഗോഡ് അങ്ങനത്തെ ഒരു ഏജൻസി. അപ്പൊ വേറൊരു ഏജൻസി ഉണ്ട്, അത് അതിന്റെ താഴെ. അതിന്റെ താഴെയുള്ള പിഞ്ചു മക്കളാണ് നമ്മള്. അപ്പൊ ഇങ്ങനെ അപ്പൊ നീ ഫോട്ടോഷോപ്പ് ചെയ്യോ? ഫോട്ടോഷോപ്പ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഫോട്ടോഷോപ്പിലേക്കുള്ള കാൽവെപ്പ്, ലാപ്ടോപ്പ് തുറക്കാനുള്ള കാൽവെപ്പ്, വിൻഡോസ് ആയിട്ടുള്ള പരിചയം, എല്ലാം സിസ്റ്റത്തോടായിട്ടുള്ള പരിചയം അങ്ങനെയാണ്. ആള് വിളിച്ച് ഇങ്ങനെ ലൈക്ക് ഞാൻ പോയിട്ട് ആദ്യം സിസ്റ്റം തുറക്കുന്നത് എങ്ങനെ വെച്ചാൽ വിളിച്ച് ഈ പഠിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ലാപ്ടോപ്പിലൊന്നും അറിയില്ല. മൂപ്പര് എനിക്കൊരു ടാസ്ക് തന്നു കേട്ടോ. ടാസ്ക് തന്നതിൽ മൂപ്പര് ഒരു സാധനം എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കിത് വരക്കാൻ പറ്റുമെന്ന് വെച്ച്. ആൾക്കെന്റെ സ്കില്ല് അറിയണല്ലോ. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് എന്ത് ചെയ്ത് അതേ സാധനം വരച്ച്. എനിക്കെന്താ അറിയോ സംഭവം അയാൾ അതല്ല ഉദ്ദേശിച്ചത്. അയാൾ വേറൊരു ഫോട്ടോ തരാൻ നിൽക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, പണിയിട്ടല്ലേ, ഓക്കെ ഞാൻ ഉദ്ദേശിച്ച പരിപാടി ഇതല്ലേ. അപ്പൊ തന്നെ അയാൾ തന്ന സാധനം അതേപോലെ വരച്ചിട്ട് സാധനം കൊടുത്തു. സെയിം സാധനം, ഓക്കെ ട്രേസ് ചെയ്യുന്ന പോലെ. അങ്ങനെ അയാൾ ഓക്കെ, അയാൾ പറഞ്ഞു എടാ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സംഭവം വേറെ ഇമേജ് തരാൻ നിൽക്കാണ്, നീ കുറച്ച് സ്പീഡായി പോയി. അങ്ങനെ ഓക്കെ അയാള് നീ വാന്ന് വാന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നേരെ അവിടെ പോയി. ഞാൻ പോയിട്ടായിട്ട് ലൈക്ക് എന്താ പറയാ, അയാള് ഫോട്ടോഷോപ്പ് എടുക്കുന്നുണ്ട്. ചെറിയൊരു റൂമാണ്, ചെറിയ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അവിടെ 2 സിസ്റ്റം ഉണ്ട്. പിന്നെ അതൊക്കെയാണ്. ഞാൻ പോയി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അഡ്വർടൈസ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ഡിസൈൻ, ഒരു അറിവില്ല. കുറേ സിസ്റ്റം അയാളുണ്ട് ഇവിടെ. ഇയാളാണെങ്കിൽ നല്ലൊരു മനുഷ്യനും ഒരുപാട് അങ്ങനെ എന്നോട് ഇരിക്കാൻ പറഞ്ഞായിരുന്നു. എന്നോട് ലൈക്ക് ഞാൻ എനിക്ക് പേടിയാണ് ഭയങ്കര. എന്ന് വെച്ചാൽ ആൾക്ക് ബുദ്ധിമുട്ടാവുന്നതല്ലോ. ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ നല്ല മടികളാണ്. അപ്പൊ എനിക്ക് അറിയില്ല ഈ കാര്യം ഞാൻ പഠിക്കോ, ഇതിപ്പോ പഠിച്ചെടുക്കാൻ പറ്റുമോ, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാരും പ്രാരാബ്ദമായിരുന്നില്ല ചില ആൾക്കാർ. അതെ. അപ്പോ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടുകാർക്കെല്ലാം ഇക്കന്മാരെല്ലാം ഇപ്പോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നോക്കാം. അത് ദർശനം വന്നിട്ട് +2 ടൈമിലാണ്, +2ന്റെ ലീവിന്റെ ടൈമിലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ +1ന്റെ ലീവിന്റെ ടൈമിൽ. അപ്പോൾ ഓക്കെ ഞാൻ പോയി ഏജൻസി പോയിട്ടായിട്ട് ഓനാദ്യം ഫോട്ടോഷോപ്പ് തുറന്നു. ഓൻ പറഞ്ഞു തരാനുള്ളത് നീ നോക്കി നിന്നോ ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ എനിക്ക് ഈ പോസ്റ്റർ എന്താണെന്നുള്ളത് മനസ്സിലായി. ആൾക്കാരെ എനിക്ക് തോന്നുന്നു അപ്പം പോസ്റ്റർ അത്ര പോസ്റ്റർ ഇല്ല. ലൈക്ക് പ്രിന്റഡ് സാധനങ്ങളാണ്. നമ്മളെനിക്ക് തോന്നില്ല വാട്സപ്പിൽ എല്ലാവരും ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രിന്റ് ഡിജിറ്റൽ ആയിട്ട് വന്നിട്ടില്ല. പ്രിന്റിംഗ് ഷോപ്പിൽ നിന്ന് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഈ പള്ളിയിലത്തെ പരിപാടി അല്ലെങ്കിൽ സ്കൂളിലെ പരിപാടി അങ്ങനെയാണ് ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഒരു മാർക്കറ്റ് ഏജൻസി ചെയ്യലുണ്ടോ, ഡിസൈനിങ് കമ്പനി ഉണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ മൂപ്പര് ഒരു പോസ്റ്റർ ചെയ്ത് എങ്ങനെ ഓക്കെ സെറ്റ്. എനിക്ക് കുറെ പരിപാടികളുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മൂപ്പര് എന്ത് ചെയ്ത്, എനിക്ക് അന്ന് എർത്ത് ഡേ ആണ്. എന്തായാലും ആ പോസ്റ്റർ ഇപ്പോഴും ഉണ്ട്. എർത്ത് ഡേ ആ. അപ്പൊ എർത്ത് ഡേക്ക് മൂപ്പര് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇതിന് പോയി, കല്യാണത്തിന് പോയി. നാട്ടിൽ തന്നെയാണ് മൂപ്പര്. കല്യാണത്തിന് പോയി. ഞാൻ അവിടെ ഇരുന്നു. എന്നോട് നീ എന്തേലും ലൈക്ക് എർത്ത് ഡേ മാത്രമേ ഉള്ളൂ, ഞാനും അവന് മാത്രമാണ്. പറഞ്ഞാൽ നീ എർത്ത് ഡേ പോസ്റ്റർ ചെയ്തു എന്നുള്ളതിൽ പറഞ്ഞത്. അങ്ങനെ ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തിട്ടുണ്ട് ഫോട്ടോഷോപ്പിൽ. ഈ സാധനം എങ്ങനെയാ കട്ട് ചെയ്യാൻ എടുത്തതാ. കട്ട് ചെയ്ത് സെറ്റായി, സംഭവം സെറ്റായി, എല്ലാം അടിപൊളിയായി. പോസ്റ്ററൊക്കെ സെറ്റായി. ഒരു PNG കൊണ്ടുവന്നിട്ട്, PNG എന്തെന്നൊക്കെ പഠിച്ചപ്പോ PNG കൊണ്ടുവന്നിട്ട് ഒരു ഇമേജ് കട്ട് ചെയ്യാൻ പഠിച്ച്, മൂവ് ചെയ്യാൻ പഠിച്ച്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച്. സ്പേസിങ്ങോ ലേഔട്ടോ ആ പരിപാടിയൊന്നും അറിയില്ല, ടെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഓക്കെ അങ്ങനെ ലൈക്ക് ആ സാധനമായി. Ctrl+D അടിക്കണം. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, കുടുങ്ങി. ആരോടാ ചോദിക്കാം, ഓനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ ലൈക്ക് ഓനെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല, അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യണ്ടേ ഹൗ ടു യൂസ്, അതിന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ
എന്തൊക്കെയോ നെക്കിയിട്ട് ഈ സാധനം മനസ്സിലായി. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചാൽ ഇത് പോവും. അപ്പോൾ കീവേഡിൽ കുറെ കളിയുണ്ട്, കൺട്രോൾ സെറ്റ് അടിച്ചാൽ ബാക്ക് പോവും. അങ്ങനെ മെല്ലെ 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 ഫോട്ടോഷോപ്പ്. എന്നിട്ട് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയിട്ടില്ല, അവിടെ തന്നെ പഠിക്കുന്നുണ്ട്, ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോസ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയത്, ഞങ്ങൾക്ക് ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ടെക്സ്റ്റ് ചൂസ് ചെയ്യുന്നിടത്ത് എന്തോ പെട്ടെന്ന് എനിക്ക് കിട്ടിയത്. ടെക്സ്റ്റ് ചൂസ് ചെയ്യാം, പിന്നെ കളർ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പണ്ട് എന്താ പറയുക, എനിക്ക് തോന്നുന്നു എൻ്റെ വലിയ അമ്മോന് ഇത് വാങ്ങിച്ചിരുന്നു, ഒരു കോമിക് ബുക്ക്. ആ കോമിക് ബുക്ക് ഇംഗ്ലീഷ് പഠിക്കാനാണ് വാങ്ങിച്ചിരുന്നത്. ഞാൻ അതിന് ചിത്രം മൊത്തം വരച്ചു വെച്ചിട്ട് ഒരു അവഞ്ചർ ബുക്ക് മൊത്തം വരച്ചിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും എന്താ പറയാ കളേഴ്സിനൊക്കെ ആയിട്ടുള്ള ബന്ധം. അങ്ങനെ പെട്ടെന്ന് പഠിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പോസ്റ്റർ എന്താണ്, മോഷൻ ഗ്രാഫിക്സ് എന്താണ്, കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ നോക്കി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് 1 month നിന്നപ്പോ 3000 രൂപ ഇന്റേൺഷിപ്പ് സാലറി. അപ്പൊ പ്ലസ് 2 കഴിഞ്ഞപ്പോ 3000 രൂപ സാലറി. ഓ, ഫസ്റ്റ് സാലറി ഡിസൈൻ ചെയ്തിട്ട്. അതാണ് അപ്പൊ എനിക്ക് എന്താ പ്രൂവ് ആയ, ഓക്കെ എന്റെ ഫീൽഡ് ഇതാണ്, എന്റെ കരിയർ ഇതാണ്, ഞാൻ തേടി നടന്നത് ഇതാണ്. അപ്പൊ എന്റെ വീട്ടുകാരെത്തെല്ലാം പോയി പറഞ്ഞ് ഇതാണ് സംഭവം, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി, 3000 രൂപ കിട്ടി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഇക്ക പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 2 month നിന്നിട്ട് പിന്നെ പ്ലസ് 2 പഠിക്കാൻ പോയി. ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ അവിടുന്ന് പഠിച്ച് പിന്നെ നേരെ എനിക്ക് തോന്നുന്നു അവിടുന്ന് മോഷൻ ഗ്രാഫിക്സ്, സോഫ്റ്റ്വെയറിന്റെ ഫിയർ, ആ സാധനം എനിക്ക് വന്നത് ആഫ്റ്റർ എഫക്ട്സ്. ആഫ്റ്റർ എഫക്റ്റ് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ആഫ്റ്റർ എഫക്റ്റ് ഇന്റർഫേസ് ഭയങ്കര, അതിലെനിക്ക് അറിയുന്ന അതൊക്കെ ഉള്ളത് മൂട്ടോളും പെൺടോളും മാത്രം. ബാക്കിയൊക്കെ അതിവിടെ കണ്ടു പഠിച്ചോളൂ. ഫോട്ടോഷോപ്പിൽ സംഭവം സിമിലർ ആണ് എല്ലാ കാര്യങ്ങളും. ഇത് കാണുമ്പോൾ ഭയങ്കര പേടി. അങ്ങനെ കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഓക്കെ ഓന് ചെറിയ ചെറിയ കീ ഫ്രെയിംസ്, ഞാൻ ഫസ്റ്റ് പഠിച്ചത് കീ ഫ്രെയിംസാണ്. അത് പഠിച്ച് ചെയ്ത് ഒരു മോഷൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നു ലൈക്ക് ബിരിയാണി ഇങ്ങനെ മുകളിൽ വരും, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകും, ടെക്സ്റ്റ് ഇങ്ങനെ വരും, അതൊക്കെയായിരുന്നു. അപ്പോൾ മോഷൻ ഗ്രാഫിക്സ് ഓക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മോഷൻ ഗ്രാഫിക്സ് ചെറുതായിട്ട് ഓക്കെ തൊട്ട് തുടങ്ങി. അങ്ങനെ അടുത്ത് എന്തായിരുന്നു ഇലുസ്ട്രേറ്റർ, ലൈക്ക് ഇതിന്റെ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്, ഫോട്ടോഷോപ്പിൽ ഒന്നിച്ച്. അങ്ങനെ ഈ 3 കാര്യങ്ങളും എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഇതിന്റെ കരിയർ എന്താണെന്നുള്ളത് അറിയണം. അപ്പോഴാണ് ഞാനിങ്ങനെ ലൈക്ക് എൻ്റെ അമ്മോനോടും ഇക്കാനോടും എല്ലാവരോടും പറഞ്ഞ് എനിക്കിത് കരിയർ ആക്കണം, എൻ്റെ പരിപാടി ഇതാണ്. ഞാൻ ചെയ്ത വർക്കെല്ലാം കാണിച്ചു കൊടുത്ത്. അപ്പോൾ വർക്കെല്ലാം മനസ്സിലായി ഓക്കെ ചെയ്യുന്നുണ്ട്, ഇത്ര ലിമിറ്റേഷൻ വെച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത്, അപ്പോൾ അതിന് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഇക്ക പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഒന്നെങ്കിലും നാട്ടിൽ പഠിക്കുക അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാനുള്ള ഓപ്ഷൻ. നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുതിരകളെ നടക്കില്ല. ബാംഗ്ലൂർ ലൈഫ് 4 ഫ്ലവേഴ്സ് ബാംഗ്ലൂർ ഡേയ്സ് അല്ല ബാംഗ്ലൂർ കുറെ കഴിഞ്ഞു. അപ്പൊ ബാംഗ്ലൂർ ലൈഫ് എടുക്കാൻ വേണ്ടി ഫ്ലവറിന്റെ ഷർട്ടൊക്കെ വാങ്ങി പോയതാ. ഫ്ലവറിന്റെ ഷർട്ട് അവിടെ നോക്കുമ്പോ നല്ല തണുപ്പാ, കുട്ടിയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ അടിപൊളിയാണ്. അപ്പോ ഒരു കോളേജിൽ ചേർന്നു. ആ കോളേജിന്റെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഫസ്റ്റ് അടിപൊളിയായിട്ട് കാണിച്ചു തന്നെ അവര് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ. ആ കോളേജിന്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഭയങ്കര 3D ഡിസൈൻ ചെയ്തൊക്കെ കാണിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇൻട്രസ്റ്റ് ആയി. എത്ര എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം മറ്റോ ഫീസ് ഉണ്ട്. 2 year കോഴ്സാണ്. അങ്ങനെയൊക്കെ ആയി. ഓക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. ലൈക്ക് ഞാനൊരു കോഴ്സ്, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വേറൊരു നാട്ടിലേക്ക് വരികയാണ്, ഇംഗ്ലീഷ് അറിയില്ല, ഈ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആക്കണം, എനിക്ക് പ്രൂവ് ചെയ്യണം, ഇക്കാൻ്റെതാണ് പൈസ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ജോയിൻ ആയി. എനിക്ക് തോന്നുന്നു ഞാൻ ലാപ്പ് വാങ്ങിച്ചില്ല. അപ്പോൾ എനിക്ക് കസിൻ, ലൈക്ക് എൻ്റെ കസിൻ്റെ ലാപ്പ് ഞാൻ എടുത്ത് ഓന് ഒരു കൺസൾട്ടിങ്, എഡ്യൂക്കേഷൻ കൺസൾട്ടിങ്. അപ്പോൾ ഓനക്ക് ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഞാനൊരു ഡിസൈനറായി, കംപ്ലീറ്റ് ഡിസൈനർ അല്ല, ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ ഫാമിലി അറിഞ്ഞു തുടങ്ങി, നാട്ടുകാർ ഡിസൈനറാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയി. അപ്പൊ ഭയങ്കര അച്ചീവ്മെന്റാ. പിന്നെ നാട്ടുകാർ ഡിസൈനറാന്ന് പറയുന്നത് ഭയങ്കര അച്ചീവ്മെന്റാ. അങ്ങനെ നേരെ ഓക്കെ അത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ, +2 സർട്ടിഫിക്കറ്റ് ആണല്ലോ. അങ്ങനെ ഓക്കെ ഇക്ക അവിടെ പോയി. ഫസ്റ്റ് ഡേ പോകുന്നതാ. ടീച്ചർ ഡിസൈൻ ചെയ്യാം ഒരു ഫ്ലവർ, അതിൻ്റെ ഉള്ളിൽ ഒരാള് ഇങ്ങനെ എൻ്റെ ഇംപ്രഷൻ മൊത്തം പോയി. ഞാനാകെ സീനായത്. ആദ്യം കണ്ടത് ഇങ്ങനെ അല്ലല്ലോ, ആഫ്റ്റർ ഇങ്ങനല്ല.
എന്നുവെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് തന്നെ ഡിസൈൻ പരിചയപ്പെടാൻ പോകുന്ന ഒരാളാണെങ്കിൽ ആള് വാവുന്നാക്കും. ഞാൻ ഇവിടുന്ന് ഏജൻസിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്, അപ്പൊ ഇതിനെക്കാട്ടി നന്നായിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്റെ കോൺഫിഡൻസ്. അങ്ങനെ പോയി. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ പ്രോസസ്. അങ്ങനെ പോയി എന്തേലും സംഭവിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ചാടി മീൻസ് ഞാൻ ഫ്രീലാൻസ് വർക്ക് എടുക്കാൻ തുടങ്ങി. പിന്നെ ഹാരിസൺ അവിടെ നടക്കില്ല മനസ്സിലായി. അത് നെക്സ്റ്റ് എന്താ പറയാ, ഞാൻ പറയട്ടെ, നമുക്ക് സിസ്റ്റായിട്ട് പരിചയപ്പെട്ട എങ്ങനെയാ. ഇപ്പോ സഫാൻ പറഞ്ഞ പോലെ സഫാൻ സിസ്റ്റായിട്ട് പരിചയപ്പെട്ട അപ്പൊ ഇനി ഷാമിലുണ്ടാവും സിസ്റ്റായിട്ട് പരിചയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ള ടേണിംഗ് പോയിട്ടാ, അത് ഭയങ്കര വലിയ കഥയാണ്. ഇത് പറയാം സിസ്റ്റം. അല്ല, അവിടെ നമ്മളെ രണ്ടാളും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാളും ക്യാൻവയും പിക്സാർട്ടും മൊബൈൽ യൂസ് ചെയ്തറിയും. ഷാമിൽ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് സംഭവം എന്താ പറയോ, ഫോണില്ല, ലാപ്പും ഇല്ല. ഫോണില്ല, ലാപ്പില്ല. ഫോണില്ല, ലാപ്പ് ഇല്ല, ലാപ്പില്ല. എനിക്ക് സംഭവം ഡയറക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ല, ഇത് ക്രിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു സാധനം, മോശമുള്ള സാധനം ക്രിയേറ്റ് ചെയ്യണം. ടിക്ടോക്ക് ആയാലും ഇല്ല, റീലായാലും ഇല്ല, യൂട്യൂബ് വീഡിയോ ആയാലും എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണം. അപ്പം അറിയില്ല, ലിറ്ററലി അറിയില്ല. ആകെ ഉള്ളത് പടം കണ്ടുള്ള പരിചയം മാത്രം. ചെറുതാകുമ്പോഴേ സിനിമ കാണും, TV സിനിമ കാണും, കണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ നാഫി പറയുമ്പോഴാണ് എനിക്കത് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വരുന്നത്.